ക്വസ്റ്റ്യൻസ് നോക്കാവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. an instrument used to study the spot speed in traffic engineering. എന്താണ് നമ്മൾ പറഞ്ഞ ഈനോസ്കോപ്പ് എന്ന് പറഞ്ഞല്ലേ? എന്തായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? ഈനോസ്കോപ്പ് എന്ന് പറഞ്ഞ. ഈനോസ്കോപ്പിന്റെ മറ്റൊരു പേരൂടെ നമ്മൾ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു? മിറർ ബോക്സ് എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ മിറർ ബോക്സ് മെത്തേഡിനും ഈനോസ്കോപ്പ് മെത്തേഡിനും ഒരു പേരുണ്ട് അല്ലേ? അപ്പൊ അത് രണ്ടും ഓർത്തോണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ അഡ്വാൻറ്റേജ് ഓഫ് മാനുവൽ കൗണ്ടിങ് ഓഫ് ട്രാഫിക് ഈസ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? പെർമിറ്റ് ട്രാഫിക് ക്ലാസിഫിക്കേഷൻ ബൈ ടൈപ്പ് ഓഫ് വെഹിക്കിൾ. അത് അഡ്വാൻറ്റേജ് അല്ലേ? എല്ലാ ക്ലൈമറ്റിലും സ്യൂട്ടഡ് ആണോ? അല്ല. ഹൈലി ആക്യുറേറ്റ് ആണോ? ആക്യുറേറ്റ് ആണ്, പക്ഷെ ഹൈലി ആക്യുറേറ്റ് ആണോ? മനുഷ്യന് തെറ്റൊക്കെ ഉണ്ടാവും അല്ലേ? ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഫോർ എനി ലെങ്ത് ഓഫ് ടൈം. എത്ര നേരത്തേക്കിനും കണ്ടിന്യൂ ചെയ്ത് ഹ്യൂമൻ കൗണ്ട് പറ്റുമോ? The road geometrics in India are designed for the road geometrics in India ഡിസൈൻ ചെയ്യുന്ന ഏത് വെച്ചിട്ടായിരുന്നു? 30th highest hourly ട്രാഫിക് വോളിയം വെച്ചിട്ട് അല്ലേ? അപ്പം എന്താണ്? only 29 times that volume exceeded in the life of that എന്താ റോഡ്. അപ്പം അതിൽ 29 തവണ അത് എക്സീഡ് ചെയ്തുള്ളൂ. ബാക്കി എല്ലാ തവണയും എന്തായിരിക്കും? അതിൽ ആ 30th highest hourly വോളിയത്തിന് താഴെയായിരിക്കും നമ്മുടെ ഡിസൈൻ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? 30th highest hourly ട്രാഫിക് വോളിയം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഫിക്സഡ് ഡിലേ ഇൻ ഹൈവേസ് ഡ്യൂ ടു. ഫിക്സഡ് ഡിലേ ഹൈവേയിൽ എന്ത് കാരണം ഉണ്ടാകുന്നത്? പെഡസ്ട്രിയൻ ക്രോസിംഗ് ദ റോഡ്, പാർക്ക്ഡ് വെഹിക്കിൾസ്, ട്രാഫിക് സിഗ്നൽസ്, റോഡ് റിപ്പയർ. എന്ത് കാരണം ഉണ്ടാകുന്നത്? നമ്മുടെ ഫിക്സഡ് സിഗ്നൽസ് ഇല്ലേ? ഫിക്സഡ് സിഗ്നൽസ്, അതായത് ഫിക്സഡ് ട്രാഫിക് സിഗ്നൽസ് ഒരെണ്ണമാണ് നമുക്ക് ഫിക്സഡ് ഡിലേ നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ട്രാഫിക് സിഗ്നൽസ് വരുന്നുണ്ട് അല്ലേ? അപ്പം ഫിക്സഡ് സിഗ്നൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഫിക്സഡ് ഡിലേസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. നെയിം ഓഫ് ട്രാഫിക് സർവേ ഡേറ്റ വിച്ച് ഈസ് പ്ലോട്ടഡ് ബൈ മീൻസ് ഓഫ് ഡിസയർ ലൈൻസ്. ഡിസയർ ലൈൻസ് വെച്ചിട്ട് നമ്മൾ എന്തായിരുന്നു പ്ലോട്ട് ചെയ്യുന്നത്? ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി വെച്ചിട്ടാണ്, അതിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിസയർ ലൈൻസ് വരയ്ക്കുന്നത് അല്ലേ? ഇനി PCU equivalent for a cycle is. സൈക്കിളിന്റെ PCU equivalent എത്രയായിരുന്നു? 0.5 ആയിരുന്നു അല്ലേ? അതുപോലെ 0.5 PCU equivalents വരുന്ന ആരൊക്കെയാ? മോട്ടോർ സൈക്കിള്, പിന്നെ എന്തായിരുന്നു? സ്കൂട്ടർ. ഇനി 1 PCU equivalent ഉള്ള ആരായിരുന്നു? 1 PCU ഉള്ളത് പാസഞ്ചർ കാറ്, പിന്നെന്താ ഉള്ളത്? പാസഞ്ചർ കാർ ഉണ്ട്, ടെമ്പോ ഉണ്ട്, പിന്നെ ഓട്ടോറിക്ഷ ഉണ്ട്, പിന്നെന്താ ജീപ്പ് ഉണ്ട്, പിന്നെ നമ്മൾ വാന്, അഗ്രികൾച്ചറൽ ട്രാക്ടർ അല്ലേ? ഇത്രയൊക്കെ ഉണ്ട്. പിന്നെ 2.25 നമ്മൾ പറഞ്ഞിട്ടില്ല. 6 ഉണ്ട് അല്ലേ? 6 ഏതിനൊക്കെയാ ഉള്ളത്? ഹാൻഡ് കാർട്ടൻ ഉണ്ട് അല്ലേ? ഹാൻഡ് കാർട്ടൻ ഉണ്ട്, പിന്നെ നമുക്ക് സ്മോൾ ബുള്ളോക്ക് കാർട്ടൻ ഉണ്ടായിരുന്നു. ഓക്കെ, സ്മോൾ ബുള്ളോക്ക് കാർട്ടൻ. ഇത്രയൊക്കെ ഇതിന് 6 ഉള്ളത്. ഓക്കെ, PC equivalent of cycle 0.5. ഇനി അടുത്ത് നോക്കിയേ. സേഫ് സ്പീഡ് ഓൺ ഹൈവേ ഈസ്. ഹൈവേയിലെ സേഫ് സ്പീഡ് എത്ര സ്പീഡാണ് നമ്മൾ പറഞ്ഞത്? 85th percentile സ്പീഡാണ് നമ്മുടെ സേഫ് സ്പീഡ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് എന്താ? വീവിങ്. വീവിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇങ്ങനെ വീവിങ് കാണിച്ചല്ലേ? വീവിങ് എന്ന് പറഞ്ഞാൽ മേർജ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഡൈവേർജ് ചെയ്ത് പോകുന്നു അല്ലേ? അപ്പൊ മേർജിങ്, ട്രാവലിംഗ് ആൻഡ് ഡൈവേർജിങ്. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് വീവിങ്ങിന്റെ ആൻസർ. ഇനി അടുത്ത നോക്കിയേ. ദ മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ഇൻ 2-way 2-lane റോഡ്. രണ്ടും 2-way ആണ്, 2-lane റോഡാണ്. ഓക്കെ, അപ്പം 2-way 2-lane റോഡിൽ എന്തായിരിക്കും? നമ്മൾ മീറ്റിംഗ് റൈറ്റ് ആംഗിൾസ് ആകുമ്പോൾ എത്ര ആവും? 24 ആയിരുന്നു. നമ്മൾ എത്രയൊക്കെയാണ് പഠിച്ചത്? 6ഉം 11ഉം 24ഉം പഠിച്ചു. ഇത് രണ്ടും 1-way ആണെങ്കിൽ, ഇത് ഒന്ന് 1-wayയും ഒന്ന് 2-wayയും ആണെങ്കിൽ, ഇതാണെങ്കിൽ രണ്ടും 2-way ആണെങ്കിൽ. ഓക്കെ, അപ്പം അത് ഓർത്തോണേ. ഇനി അടുത്തത് ട്രാഫിക് ഡെൻസിറ്റി ഈസ്. ട്രാഫിക് ഡെൻസിറ്റി എന്താ? നമ്പർ ഓഫ് വെഹിക്കിൾസ് മൂവിങ് ഇൻ എ സ്പെസിഫൈഡ് ഡയറക്ഷൻ പെർ ലൈൻ പെർ ഡേ, നമ്പർ ഓഫ് വെഹിക്കിൾസ് മൂവിങ് ഇൻ സ്പെസിഫൈഡ് ഡയറക്ഷൻ പെർ അവർ, നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ യൂണിറ്റ് ലെങ്ത്, മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസിംഗ് എ ഗിവൺ പോയിന്റ് ഇൻ 1 hour. അപ്പൊ എന്തായിരുന്നു ട്രാഫിക് ഡെൻസിറ്റി എന്ന് പറയുന്നത്? നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ യൂണിറ്റ് ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ട്രാഫിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞിരുന്നത്.